എന്താണ് അഭിപ്രായം? ഓ അങ്ങനെ കുഴപ്പമില്ല. എങ്ങനെ? ഈ വാർക്കപ്പണി, ആശാരിപ്പണി, മേച്ചിൽപ്പണി, പെയിന്റിങ്ങിന്റെ പണി, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു പണി അല്ലേ? അപ്പൊ യുവർ ഒപ്പീനിയൻ ഇറ്റ് ഈസ് എ സിമ്പിൾ ജോബ്? അത് ജോബ് സിമ്പിളാ, പാവമാണ്. ഇംഗ്ലീഷിലൊക്കെ അപാര കഴിവാണല്ലേ? പിന്നെ എവിടം വരെ പഠിച്ചു? BSc. BSc വരെ പഠിച്ചു? ഈ 8B നെയാണോ B.Ed എന്ന് പറഞ്ഞത്? ഈ 8B തിരിച്ചിട്ടാലും B.Ed ആവുമല്ലോ. ഓക്കെ. ദാസേട്ടന് ഒരു ഹോബി ഉണ്ട്. ദാസേട്ടന് ഹോബി ഉണ്ടോന്ന് അറിയത്തില്ല, പിന്നെ ഒരു താടി ഉള്ളതല്ല. ഹോബി എന്ന് പറഞ്ഞാൽ വിനോദം എന്നാണ് അർത്ഥം. അങ്ങനെയാണല്ലേ? അതെ. ജയചന്ദ്രൻ മാഷിനുണ്ട് ഹോബി. പുള്ളിക്കും ഉണ്ടല്ലേ? ഉണ്ട്. എന്താണ് താങ്കളുടെ ഹോബി? എന്റെ ഹോബിയോ? വിനോദം. വിനോദം. What a beautiful, marvelous hobby. താളലയ വിന്യാസമുള്ള ഒരു കൂട്ടുകെട്ടാണ് താങ്കളുടെ ഹോബി അല്ലേ? എന്താണ് ആ ഹോബിയുടെ പേര്? ചീട്ടുകളി. ഓക്കെ. പാട്ടുകാരനായ താങ്കളുടെ പേര് എനിക്കറിയാം. ഇവർക്ക് വേണ്ടി എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് എന്റെ പേര് സാബു. സാബു അല്ലേ? അതെ. കഴിഞ്ഞല്ലോ. സാബു. അതെ, പഴയ സാബു അല്ല. സാബു. സാബുവിന് വീട്ടിൽ എന്താണ് വിളിക്കുന്നത്? അങ്ങ് ദൂരെ നിൽക്കുകയാണെങ്കിൽ അല്ലേ? അതെ അതെ. സാബുവിന്റെ നാടെവിടാണ്? ആലപ്പുഴ. ആലപ്പുഴ. God's own country. I like this ആലപ്പുഴ. A beautiful place, ആലപ്പുഴ. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പഴയ പഴഞ്ചൊല്ല് ഓർമ്മ വരും അല്ലേ? ആലപ്പുഴ കണ്ടവൻ പുഴകൾ മറക്കില്ല, മലപ്പുറം കണ്ടവൻ മലകൾ മറക്കില്ല. അപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? കൊയിലാണ്ടി കണ്ടവൻ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയത്ത കാര്യമാണ്. നോക്കി ഇവിടെ പണി നോക്കിയാൽ പോലെ ആകപ്പാട് അരമണിക്കൂർ കൊണ്ട് എനിക്ക് കൊയിലാണ്ടി കണ്ടു. ആലപ്പുഴയിൽ എവിടാണ്? ആലപ്പുഴ കുട്ടനാട്. വള്ളവും വെള്ളവും വൈരോലകളും കിളികളും കളകളാ ശബ്ദങ്ങളും പാടങ്ങളുമുള്ള കുട്ടനാട് അല്ലേ? കുട്ടനാട്ടിലേറെ കള്ളുഷാപ്പുകളുണ്ട് അല്ലേ സാബു? കള്ളുഷാപ്പിൽ ഉള്ളിൽ ചെന്നാൽ എന്തൊക്കെയാണ് കഴിക്കാൻ? അപ്പവും മുട്ടയും പൊറോട്ടയും ഇറച്ചിയും കടലയും കരിമീനും ചെമ്മീനും പൊടിമീനും ഞണ്ടും ചക്കാർച്ചയും അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടേ? അത് ശരി, ഷാപ്പിലെ സപ്ലയറായിരുന്നല്ലേ? എന്നിട്ട് ചൂട്ടും കോട്ടിട്ട് ഇറങ്ങിയിരിക്കും കാണിക്കും. ഇതാകുമ്പോ സിമ്പിളായിട്ട് അങ്ങ് ഇരുന്നാൽ മതിയല്ലോ അല്ലേ സാബു? അതെ. പാടും. പാടിച്ചാൽ പാടും. ഓക്കെ സാബു. ഒരുപാട് അനുഭവമുള്ള ഒരു വ്യക്തിക്ക് നല്ലൊരു ഗായകൻ അല്ലെങ്കിൽ നല്ലൊരു കലാകാരനാക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? സാബുവിന് ഒരുപാട് അനുഭവമുള്ള ഒരു വ്യക്തിയാണോ? ഞാൻ ഈ ഫീൽഡിൽ കിടന്ന് ഒരുപാട് അനുഭവിച്ചു സാറാ. ഒരുപാട് അനുഭവിച്ചു. അപ്പോൾ ആദ്യം പാടിയ പാട്ട് ഫസ്റ്റ് സോങ്, ആദ്യത്തെ പാട്ട് താങ്കൾ എപ്പോഴാണ് പാടിയെന്ന് ഓർമ്മ? ആദ്യത്തെ? അതെ, ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് പാട്ട്. ആദ്യത്തെ പാട്ട് ഞാനൊരു UP സ്കൂളിലൊക്കെ പഠിക്കുന്നത്. UP അല്ല, UP സ്കൂൾ. അങ്ങനെയൊക്കെയല്ലേ? സിലബസ് മാറുമ്പോ കംപ്ലീറ്റ് മാറുമല്ലോ. സിലബസ് മാറുമ്പോ കംപ്ലീറ്റ് മാറും. ഓക്കെ ഓക്കെ ഓക്കെ. എത്രാം ക്ലാസ്സിൽ വെച്ച് താങ്കൾ ആദ്യമായി? ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താങ്കൾ പാടി? എന്നെ കൊണ്ട് പഠിച്ചവര്. ഓക്കെ. ആ ഇളം കുരുന്ന മനസ്സിലെ കുഞ്ഞു മനസ്സിലെ ഗാനം ആദ്യം നമുക്കൊന്ന് ആസ്വദിക്കാം അല്ലേ? പാടിക്കോ. ശ്രദ്ധിച്ചോളാം. അതെ, ശ്രുതി ശ്രദ്ധിച്ചാൽ ശ്രുതിക്ക് കൊള്ളാം. പാട്ടിന്റെ ശ്രുതി. പാടട്ടെ. ഓക്കെ. കൂടെ വീടേ കോട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് നമ്മുടെ ഈ പാട്ട് പാടിപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു സാറേ. സാറിന് ഫീൽ ചെയ്തല്ലേ? കാക്കേ കാക്കേ കൂടെ വിടേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. ഇത് തന്നെയല്ലേ ഞാനും പാടിയതാണോ? നിങ്ങളുടെ എവിടെ കൊണ്ടുപോയി സാർ? അതല്ല സാബു, അതിന് ആ കവി ചിന്തിച്ചിരിക്കുന്നത് കണ്ടോ? കവി ചിന്തിച്ച് കണ്ടോ? എന്ത്? കവിയുടെ വർണ്ണന കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. കവിയുടെ വർണ്ണന കൊണ്ടാലോ? സാബു ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞു, കുട്ടനാടുകാരനാണെന്ന് പറഞ്ഞു അല്ലേ? സാബുവിന്റെ ആലപ്പുഴയെ കുറിച്ച് വർണ്ണ മനോഹരിയായി കുട്ടനാടിനെ കുറിച്ച് 2 വരി ഇവർക്ക് വേണ്ടി ഒന്ന് പാടാമോ? പാടാം. മ്യൂസിക് ഉണ്ട്, മ്യൂസിക്കുണ്ട്. പെട്ടെന്ന് എനിക്ക് തൊഴയാൻ അറിയില്ല.
ഹലോ ഞാൻ പറഞ്ഞു ബ്യൂട്ടിഫുൾ. ഇഷ്ടമല്ല കവിത, പദ്യം ഈ പുസ്തകത്തിലൊക്കെ വരുന്നത്. അതെ, അത് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒന്നാനാം കുന്നുമല്ലോ നടന്ന പറഞ്ഞോല എന്തു മനസ്സിലായി? അത്ര തവളാച്ചി മണക്കുന്നു മറിയം വന്ന് വിളക്കും സാറാ മണിക്കോട്ട എല്ലാം മനസ്സിലായോ? ഇതുപോലെ തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും പറയുമ്പോൾ രഹസ്യം പറയാതെ വാതുറന്ന കാര്യം പറയുമ്പോൾ സാബു ഏതുതരം ഗാനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പാടാറുള്ളത്? മനസ്സിലായില്ല. ഈ ഡിവോഷൻ സോങ് പാടാറുണ്ടോ? ഡിവോഷൻ സോങ് ഒന്നും പാടാറില്ല. പിന്നെ കൂടുതലും ഭക്തിയാനുമായിരിക്കും. അത് തന്നെയാണ് ഡിവോഷൻ സോങ് എന്ന് പറയുന്നത്. ആണല്ലേ? അതെ. ആരെ കുറിച്ചാണ് ഏറ്റവും അധികം പാടാറുള്ളത്? അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമിയെ കുറിച്ചാണ് പാടാന്നല്ലേ? പാടണം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമിയെ കുറിച്ച് സാബ് എപ്പോഴും പാടുന്നൊരു പാട്ടിന്റെ 2 വരി ചുമ്മാതെ മോളാമോ? പിച്ച് പിടിച്ചോണം. പിച്ച് പോയാൽ പാട്ടിന്റെ ആദ്യം പോയി. എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പിച്ച് പിടിക്കുന്നത്. അതെ, പിടിക്കട്ടെ. പിടിച്ചോ. പിടിക്കാം. പിച്ച് കൊള്ളാം. എരുമ പോയെന്നല്ല പാട്ടിന്റെ പിച്ച് പിടിച്ചോട് ചേച്ചി പിടിക്കാം. അപ്പൊ കറക്റ്റ് ആവും അല്ലേ? വേണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് കാവിലെ സ്വാമി ഇരുവേലിപ്പേറ്റുള്ളി അയ്യപ്പത്തിന്തകത്തോ ഇടയ്ക്കിടയ്ക്ക് കാവിലെ സ്വാമി സ്വാമി ചിന്തകത്തോ അയ്യപ്പത്തിന്തകത്തോ സ്വാമി ചിന്തകത്തോ അയ്യപ്പത്തിന്തകത്തോ. ഇതാണ് സാധാരണ പാടാറുള്ളത്. അയ്യപ്പസ്വാമിയെ കണ്ടതുപോലുണ്ട് അല്ലേ? ആണല്ലേ? ശബരിമലയ്ക്ക് പോകാറുണ്ടോ? പോവാറുണ്ട്. എല്ലാ വർഷവും പോവാറുണ്ട്. ശരണം വിളിക്കാൻ അറിയാമോ? പിന്നെ ശരണം വിളിക്കാതെ പോകാൻ പറ്റുമോ? അതല്ല, ഞാൻ ശരണം വിളിയിൽ അഗ്രഗണ്യനാണ്. ഞാൻ ശരണം വിളിച്ചാൽ ഏറ്റു വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് പറഞ്ഞു. ഞാൻ തന്നെ പറയുന്നു. അതെ, ഒന്ന് വിളിക്കും. ഓക്കെ. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ പോക്കം നിർത്തും. അല്ല, ഒരാളൊരു സാധനം നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ബുദ്ധിമുട്ടിക്കട്ടെ. പാലം കിടക്കുവോളം നാരായണ നാരായണ. അതല്ല കേട്ടെ, ബുദ്ധിമുട്ടിക്കുന്ന കേസുകൊണ്ടുണ്ട്. അല്ല പിന്നെ പോയേനെ. ഓക്കെ സാബു. സാബി കസീറിൽ നിന്ന് രക്ഷപ്പെട്ട് വലിയ ഒരു ഗായകനായതിനു ശേഷം ഞങ്ങളുടെ അടുത്തൊരു ക്ലബ്ബിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒന്നിച്ച് ചേർന്നൊരു ഗാനമേള സ്ഥാപനം തരികയാണെന്ന് വെക്കുകയാണ്. അവിടെ വന്നത് ഞാൻ ആദ്യത്തെ പാട്ട് സാബു ഏതായിരിക്കും പാടുന്നത്? ആദ്യത്തെ പാട്ട് അതെ, ഫസ്റ്റ് പാട്ട്. ആദ്യത്തെ പാട്ട് ഞാൻ ഗണപതി ഭഗവാനെ പാടും. അവിടെയാണ് പ്രശ്നം. ഗണപതി ഭഗവാനെ പാടിയാൽ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അതെ. അപ്പൊ ഞാൻ റസൂലെ പാടും. റസൂലെ പാടിയാൽ ഹിന്ദുക്കൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഞാൻ രക്ഷക പാടിയാൽ മറ്റുള്ളവർ 2 പേരും പ്രശ്നം ഉണ്ടാക്കും. അല്ല, ഇവർക്കാർക്കും ഒരു പ്രശ്നമുണ്ടോ? താമസത്തെ പ്രശ്നം എനിക്ക് അറിയാൻ മേലാത്ത. അതല്ല സാബു, അതിന് ഇവർക്കാർക്കും ഒരു പ്രശ്നം ഇല്ലാണ്ട് ഏത് പാട്ട് പാടി സാബു ഇവിടുന്ന് രക്ഷപ്പെടും. രക്ഷപ്പെടണം. അപ്പൊ എന്റെ മാസ്റ്റർ പീസ് തന്നെ പാടേണ്ടി. ഏത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി. ശരി, അത് ഹിന്ദുക്കളുടെ പാട്ടല്ലേ സാബു? 3 പേർക്കും കുഴപ്പമില്ലാത്ത രീതി പാടിയ പോലെ. എങ്ങനെ? ആ മ്യൂസിക് ഇട്ടോ. എന്ത് പാടാൻ മേലാത്തോളം ഇതുപോലെ എത്ര പാട്ട് പാടി. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി ഇല്ലല്ലാഹ് യേശുനാഥ
കുഴപ്പമില്ലാതെ 3 പേരും തൃപ്തിയായിട്ട് വീട്ടിൽ പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ നടികളായ ഷക്കീലയും മറിയൻ, രേഷ്മയും സിന്ധുവും അഭിനയിക്കുന്ന ഒരു ചിത്രം. ഷക്കീലയും മറിയൻ അങ്ങനെ പറയുന്നത് ഓരോ പേരിങ്ങനെ എടുത്തെടുത്ത് പതുക്കെ പറഞ്ഞു. സാബു, നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ നടികളായ ഷക്കീലയും മറിയൻ, രേഷ്മയും സിന്ധുവും അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ സാബുവിന് പാടാൻ ചാൻസ് കിട്ടിയ സാബു പാടുമോ? പാടുമോ? ആ, പാടാത്ത വീണയും പാടും, ചമ്മച്ചാള പാടും. ഇവിടെ ചില കൾച്ചറില്ലാത്ത ഫെലോസ്, അത് തന്നെ ഇഷ്ടം പോലെ ഫെലോ ബെസ്റ്റോപ്പായോണ്ടായി കൾച്ചറും ഇല്ല, ഇഷ്ടംപോലെ ഫെലോ. ഞാൻ അങ്ങോട്ട് വരും, നമുക്ക് അത് നേരത്തെ സംസാരിക്കാം. ഓക്കെ, ശരി എന്നാ. ഓക്കേടാ, ഓക്കേടാ, ശരിടാ, ശരിയടാ, ഓക്കേടാ, ഓക്കേടാ, ശരിടാ. മതിയാ നത്ര. ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഫോൺ ചെയ്യാനോ സമ്മതിക്കുക? ഡിസ്റ്റർബൻസ് ആൻഡ് ഇമോഷണൽ. എന്ത് ഡിസ്റ്റർബൻസ്? ഹലോ, എപ്പോ? ഗുരുവായൂരപ്പാ? ഗുരുവായൂരപ്പനും ഫോണെടുത്താ? ഓക്കെ, ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. എന്താ ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ ഉണ്ട്? ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ? അല്ല, ഇപ്പൊ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് അതുകൊണ്ട്. ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല. എന്റെ ബോംബെയിലുള്ള ഒരു പഴയ സുഹൃത്ത്, അയാൾ ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പോ ഗുരുവായൂരപ്പ അറിയാതെ വിളിച്ചു പോയതല്ലേ. ബോംബെയുള്ള സുഹൃത്ത് മരിച്ചുപോയി. എന്നുവെച്ചാൽ ബോംബെയുള്ള സുഹൃത്ത് മറ്റെങ്കിൽ ഒരു പൈൻ്റൊക്കെ മേടിക്കുക, അങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നത് നടക്കുന്നില്ല. ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണോ ചെലവ് ചെയ്യുന്നത്? അതറിയാൻ എന്ത്? ഇപ്പൊ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും സ്ഥാനം മേടിക്കും. അതാണ് കേരളത്തിലെ സിസ്റ്റം. ഓ, അത് ശരി. അപ്പൊ ഈ സിസ്റ്റം അനുസരിച്ചാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്ലേ? നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അതിനെ ഒരു പുച്ഛം പോലെ പുച്ഛമൊന്നുമില്ല, അടിക്കണം. പക്ഷെ ഇത്രയും രാവിലെ അടിക്കണം. അങ്ങനെ സംസാരിച്ച് വലിയ 9 ആളായി പോയില്ല. അതെന്താ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഗൾഫിലോട്ട് പറക്കുന്ന ഒരു ഫ്ലൈറ്റ് അത് പറക്കണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനം വേണം. ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോണ ഒരു കാറ് അത് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനം വേണം എന്ന് പറയുന്നത് എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ തിരുവനന്തപുരം അടിച്ചാൽ ഇപ്പൊ ഓ, അത് ശരി. അപ്പൊ ഇന്ധനം അടിച്ചതാണ്. രാവിലെ ഇന്ധനം അടിച്ചോണ്ട് അങ്ങോട്ടാ? ഞാൻ പറയും, എന്റെ വീട്ടിലെ കറണ്ട് ചെയർ ഇറക്കാത്ത അവന്മാരോട് ഫീസ് കൂടിക്കൊണ്ട് പോയി. അതുകൊണ്ട് അപ്പൊ ആ കറണ്ട് ചെയർ ഇറക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡ് വരെ ഒന്ന് പോകും. ഇലക്ട്രിസിറ്റി ബോർഡിൽ പോകണം. വെള്ളം അടിച്ചോണ്ട് വെള്ളം അടിച്ചുകൊണ്ടെന്നല്ല അവർ കറണ്ട് ചെയർ സ്വീകരിക്കത്തില്ല. ഇവിടെ വെള്ളം അടിച്ചോണ്ട് ഒരു സർക്കാർ ഓഫീസിലോട് കടന്നു ചെല്ലാൻ പാടില്ല. ഓ, സർക്കാരിന് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം, വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചെയർ ഇറക്കാൻ പോകുന്നത് അതല്ലേ? നിങ്ങൾ അങ്ങനെ സംസാരിക്കല്ലേ. ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എനിക്കറിയാം. ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ. എന്നാൽ ഇതുവരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ആരാണ് ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിച്ചത്? ഈ ഫയർഫോഴ്സുകാരടിക്കുന്നില്ല വെള്ളം, വാട്ടർ അതോറിറ്റിക്കാരടിക്കുന്നില്ല വെള്ളം. അപ്പൊ അവർക്കൊക്കെ വെള്ളം അടിക്കും. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാര്. നമ്മൾ വെള്ളം അടിക്കുമ്പോഴാണ് തെറ്റായി. ഇവിടെ ആ വെള്ളമടി എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിയാണ്. ആണോ? ആ വെള്ളമടി അവരുടെ ഡ്യൂട്ടിയാണെങ്കിലേ ഈ വെള്ളമടി എന്റെ ഡ്യൂട്ടിയാ. അതാണ് സംഭവം. ഫ്രീ ആയിട്ട് ഞാനൊരു ഉപദേശം തരാം. താൻ കറണ്ട് ചാർ അടയ്ക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? താൻ ഇത്ര ബുദ്ധിമുട്ടി പാടുപെട്ട് അവിടെ പോയി നീ കറണ്ട് ചാർ അടയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. താൻ അവിടെ നിന്ന് കറണ്ട് ചാർ അടച്ച് തന്റെ വീട്ടിൽ വന്ന് തന്റെ റൂമിൽ കയറി ആ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കിക്കേ. ഈ ബൾബൊക്കെ എങ്ങനെയാ കത്തുന്നതെന്ന് അറിയാമോ? ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. വെള്ളം അടിച്ച വയറ്റി കിടക്കണേ. വെള്ളം അടിച്ച വയറ്റി കിടക്കണം.